ദില്ലി ദാലിയുടെ മറ്റൊരു ലക്കത്തിലേക്ക് സ്വാഗതം. 2024 ആദ്യത്തെ പോഡ്കാസ്റ്റാണിത്. ദില്ലി ദാലിയുടെ എല്ലാ കേൾവിക്കാർക്കും നവവത്സരാശംസകൾ. ഗാന്ധിജിയുടെ പ്രാണപ്രതിഷ്ഠയിലെ രാമൻ. ഗാന്ധിജിക്ക് അറിയാമായിരുന്നു ദാർശനികർക്ക് ദൈവത്തെ പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന്. അദ്ദേഹം ഒരിക്കൽ എഴുതുകയും ചെയ്തു, മനുഷ്യകുലത്തിലുള്ള എല്ലാവരും ദാർശനികരല്ല, അതുകൊണ്ട് എന്തുകൊണ്ടൊക്കെയോ നമുക്ക് ആവശ്യമുണ്ട്. ചിലപ്പോൾ തൊടാൻ എന്തെങ്കിലും വേണം, ചിലപ്പോൾ കാണാൻ എന്തെങ്കിലും വേണം, ചിലപ്പോൾ എന്തിൻ്റെയെങ്കിലും മുന്നിൽ മുട്ടുകുത്തി നിൽക്കാൻ. ചിലപ്പോൾ അതൊരു പുസ്തകമാകാം, ചില ആളുകൾക്ക് അതൊരു പുസ്തകമാകാം, ചില ആളുകൾക്ക് അത് കല്ലിൽ പൊക്കിക്കെട്ടിയ ഒരു ശൂന്യമന്ദിരമാകാം, ചില ആളുകൾക്ക് അത് വിവിധ വിഗ്രഹങ്ങളുള്ള ഒരു മന്ദിരമാകാം. ഗാന്ധിജി പറഞ്ഞു, ഞാനീ പറഞ്ഞതിൽ എന്താണെങ്കിലും കുഴപ്പമില്ല, നമ്മെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എന്തെങ്കിലും വേണം പ്രാർത്ഥിക്കുവാൻ. ദാർശനികർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നും ഗാന്ധിജി തിരിച്ചറിഞ്ഞിരുന്നു. ഈ ലക്കം പോഡ്കാസ്റ്റ് ചെയ്യുവാനുള്ള പ്രേരണ ജനുവരി 22 അയോധ്യയിൽ തുറന്നുകൊടുക്കപ്പെടാൻ പോകുന്ന രാമമന്ദിരത്തെക്കുറിച്ച് നടക്കുന്ന ചർച്ചകളാണ്. ഗാന്ധിജിയും രാമനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് എത്രമാത്രം എഴുതപ്പെട്ടിരിക്കുന്നു. ഗാന്ധിജി തന്നെ ഒരുപക്ഷെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായി എഴുതിയിട്ടുള്ള ഒരു നാമരൂപം രാമനാമം ആയിരിക്കണം. എന്നാൽ രാം എന്ന സങ്കല്പം പലർക്കും പലതാണ് എന്നതുകൊണ്ടാണല്ലോ രാമരാജ്യം കിനാവ് കണ്ടിരുന്ന ഗാന്ധിജിയെ രാമനെ പ്രാർത്ഥിച്ചിരുന്ന ഒരു തീവ്ര ഹിന്ദു വെടിവെച്ചു കൊന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്, ഗാന്ധിജിയും ഒരു തീവ്ര ഹിന്ദു ആയിരുന്നില്ലേ എന്നത്. അവർ തമ്മിലുള്ള, അതായത് കൊലയാളിയും കൊല ചെയ്യപ്പെട്ടയാളും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് രാമമന്ദിരത്തിൽ 22 നടക്കുന്ന പ്രാണപ്രതിഷ്ഠയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ പ്രാണപ്രതിഷ്ഠയിലെ രാമൻ ആരായിരുന്നു എന്നതാണ് ദില്ലി ദാലിയുടെ ഈ ലക്കം പോഡ്കാസ്റ്റ് അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുന്നത്. 1926 ജനുവരി 21 യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയ കുറച്ചു വാചകങ്ങൾ ഞാനിപ്പോൾ വായിക്കാം. അതിങ്ങനെയാണ്. 1926 ജനുവരി 21 യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയ വാചകങ്ങളാണിത്. വേദങ്ങളിൽ നേതി നേതി എന്ന് പറയും, അതല്ല അതിതല്ല എന്ന്, അതല്ല എന്നാൽ അത് ഇതുമല്ല എന്ന്. ബ്രഹ്മസങ്കല്പത്തെക്കുറിച്ച് പറയുന്നതാണിത്. ഒരേ ദൈവത്തെയാണ് അതിനാൽ നാം അതും ഇതും എന്നൊക്കെ വിളിച്ചു പോരുന്നത്. ഞാൻ വായിക്കുന്നത് ഗാന്ധിജിയുടെ വാചകങ്ങളാണ്, എൻ്റെ വാചകങ്ങളല്ല. ഒരേ ദൈവത്തെയാണ് അതിനാൽ നാം അതും ഇതും എന്ന് വിളിച്ചു പോരുന്നത്. ചിലർ പരമാത്മാ എന്നും, ചിലർ ഈശ്വരൻ എന്നും, ചിലർ ശിവൻ എന്നും, വിഷ്ണുവെന്നും, രാമനെന്നും, ചിലർ അല്ലാ എന്നും, ചിലർ ഖുദാ എന്നും, ദാദാ ഹെർമുസ്ദ എന്നും, യഹോവ എന്നും, ദൈവമെന്നും അനന്തനാമങ്ങളിൽ ആളുകൾ വിളിച്ചു പോരുന്നു. ഒരാളായിരിക്കുമ്പോൾ തന്നെ ദൈവം പലതുമായിരിക്കുന്നു. അണുവിനേക്കാൾ ചെറുതായിരിക്കുമ്പോഴും ഹിമാലയത്തേക്കാൾ വലുതായിരിക്കുന്നു. ഗാന്ധിജിയുടെ ഈ വാചകങ്ങൾ ഒരു കവി എഴുതിയതുപോലെ മനോഹരമാണ്. ഗാന്ധിജി പറഞ്ഞ വാചകങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അണുവിനേക്കാൾ ചെറുതായിരിക്കുമ്പോഴും ഹിമാലയത്തേക്കാൾ വലുതായിരിക്കുന്നു. സമുദ്രത്തിലെ ഒരു തുള്ളിയിലും ദൈവം ഇരിക്കുന്നു. അതേസമയം തന്നെ 7 സമുദ്രങ്ങൾക്കും ദൈവത്തെ ഉൾക്കൊള്ളാനും കഴിയുന്നില്ല. യുക്തി കൊണ്ട് ദൈവത്തെ മനസ്സിലാകില്ല. യുക്തിക്ക് അതിനുള്ള ശക്തിയില്ല. പക്ഷേ അതേക്കുറിച്ച് ഇവിടെ വിശദീകരിക്കുവാൻ എനിക്ക് താല്പര്യമില്ല. ഇക്കാര്യത്തിൽ വിശ്വാസം പരമപ്രധാനമാണ്. എൻ്റെ ഈ വാദഗതിയാൽ നിരവധി സിദ്ധാന്തങ്ങളെ ഉണ്ടാക്കുവാനും ഇല്ലാതാക്കുവാനും കഴിയും.
ഒരു യുക്തിവാദിക്ക് എന്നെ ഒരുപക്ഷെ വാദിച്ച് നിലം പരിശാക്കാൻ കഴിയും എന്നെനിക്കറിയാം. പക്ഷേ എൻ്റെ വിശ്വാസം എല്ലാ യുക്തികളെക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒന്നാണ്. ഈ വാചകങ്ങളാണ് 1926 ജനുവരി മാസം 21 യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയത്. രാമന് ഒരു മന്ദിരം വേണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നിരീശ്വരവാദികളുടെ അഭിപ്രായത്തിൽ കാമ്പുണ്ടോ? അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായത്തെയും മറ്റ് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെയും വ്യത്യസ്തമാക്കുന്ന ഒരേയൊരു ഘടകം അയോധ്യയിലെ രാമക്ഷേത്രം ഒരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമാണ് എന്നതാണ്. എന്നാൽ രാമൻ്റെ ജന്മനാട്ടിൽ ഒരു ക്ഷേത്രമുണ്ടാവുക എന്ന വിശ്വാസിയുടെ വൈകാരിക ഘടകവുമായി ഈ രാഷ്ട്രീയ പദ്ധതി ഇഴചേർന്നു കിടക്കുന്നതാണല്ലോ പ്രശ്നത്തെ ഇത്രമാത്രം സങ്കീർണമാക്കുന്നത്. ഇവിടെയാണ് ഗാന്ധിജിയുടെ പ്രാണപ്രതിഷ്ഠയിലെ രാമൻ നമുക്ക് ഒരു വെളിച്ചവുമായി വരുന്നത്. മരിക്കുന്നതിന് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് ഏതാണ്ട് ഒരു കൊല്ലം മുൻപ് 1946 ഓഗസ്റ്റിൽ ഗാന്ധി ഹരിജനിൽ എഴുതിയ ഒരു വാചകം ചിന്തോദ്ദീപകമാണ്. അതിതാണ്: ആരെയാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് എന്ന് ആരായുന്നിടത്ത് തിയോസഫിസ്റ്റ് ചിന്തകയായിരുന്ന മാഡം ബ്ലെവാത്സ്കിയെ ഗാന്ധിജി ഉദ്ധരിക്കുന്നുണ്ട്. അതിതാണ്: ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം സത്തയുടെ, ആത്മസത്തയുടെ ഗ്ലോറിഫൈഡായിട്ടുള്ള ഒരു രൂപത്തെയാണ് എല്ലാ മനുഷ്യനും പ്രാർത്ഥിക്കുന്നത് എന്ന്. നരേന്ദ്രമോദിയും ഗാന്ധിജിയും പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തം സത്വത്തിൻ്റെ മഹത്വവൽക്കരിക്കപ്പെട്ട പ്രതിരൂപത്തെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നാണ് മാഡം ബ്ലെവാത്സ്കി പറഞ്ഞത്. ആ വാചകത്തെയാണ് ഗാന്ധിജി ഉദ്ധരിക്കുന്നത്. ഗാന്ധിജിയിലെ രാമൻ പരിണമിച്ചുകൊണ്ടിരുന്ന ഒരു രാമനാണ്. ഇംഗ്ലണ്ടിലെ പഠനവും ദക്ഷിണാഫ്രിക്കയിലെ ജീവിതവും 1915 തിരികെ ഇന്ത്യയിൽ എത്തിയതിന് ശേഷം ഗാന്ധിജി നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും ഡോക്ടർ അംബേദ്കർ, ടാഗോർ, നാരായണ ഗുരു, മൗലാന അബുൽ കലാം ആസാദ്, CF ആൻഡ്രൂസ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങി നിരവധി മനീഷികളുമായുള്ള കൂടിക്കാഴ്ചകളുമെല്ലാം ഗാന്ധിജിയെ ദിനമെന്നോണം പരിണമിപ്പിച്ചുകൊണ്ടിരുന്നു. സ്വാഭാവികമായും ഗാന്ധിജിയിലെ രാമനും പരിണാമവിധേയനായിക്കൊണ്ടിരുന്നു. അങ്ങനെ പരിണമിച്ച ഗാന്ധിയെയും അതിലൂടെ പരിണമിച്ച് വന്ന ഒരു രാമനെയുമാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന ഹിന്ദു, സംഘടിത ഹിന്ദുത്വയുടെ ആയുധധാരിയായ ഒരു ഭടൻ കൊന്നുകളഞ്ഞത്. ഒരാധുനിക രാമനാണ് 1948 ജനുവരി 30 കൊല്ലപ്പെട്ടത്. ആ ആധുനിക രാമനെയാണ് ഗാന്ധിജി പ്രാണപ്രതിഷ്ഠയിൽ പ്രതിഷ്ഠിച്ചത്, അല്ലെങ്കിൽ ആവേശിച്ചത്. 1933 ഹരിജനിൽ എഴുതിയ ഒരു കുറിപ്പിൽ ബാല്യകാലത്ത് ഗാന്ധിജി ദിവസേന സന്ദർശിച്ചിരുന്ന ഒരു രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ പിൽക്കാലത്ത് ക്ഷേത്ര സന്ദർശനങ്ങൾക്ക് ഗാന്ധിജി അധികം സമയം മാറ്റിവെച്ചിരുന്നതായി കാണാൻ കഴിയില്ല. എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ശ്രീരാമൻ വാത്മീകിയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എവിടെയാണ് എൻ്റെ സുഖവാസ മന്ദിരം എന്ന്. അന്ന് വാത്മീകി പറയുന്ന മറുപടി, എഴുത്തച്ഛനിലൂടെ പറയുന്ന മറുപടി ഇതാണ്: സന്തുഷ്ടരായി, സമസൃഷ്ടികളായി, ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി, ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വന്തം നിനക്ക് സുഖവാസമന്ദിരം എന്ന്. സന്തുഷ്ടരായി, സമസൃഷ്ടികളായി, ബഹുജന്തുക്കളിൽ ദോഷഹീനമതികളായി, ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ സ്വാന്തം നിനക്ക് സുഖവാസമന്ദിരം എന്ന്. അതായത് ആർക്കും ദോഷം വരുത്തരുതെന്നാഗ്രഹിച്ച് നിന്നെ ഭജിക്കുന്നവരുടെ മനസ്സിലാണ് യഥാർത്ഥ രാമമന്ദിരം എന്നാണ് വാൽമീകി ശ്രീരാമനോട് പറയുന്നത്. സ്വന്തം മനസ്സ് രാമമന്ദിരമാക്കി തീർത്ത ഗാന്ധിജിയെ വധിച്ച രാമഭക്തൻ ഏത് രാമൻ്റെ അനുയായിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ രാജ്യത്തിക്കാലത്ത് കാണുന്ന കോലാഹലങ്ങളിൽ മനം മടുക്കാതെ ശാന്തരായി നമുക്ക് ഇരിക്കുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗാന്ധിജിയിലെ രാമൻ പരിണമിച്ചുകൊണ്ടിരുന്ന രാമനായിരുന്നു എന്ന്. 1946 ഏപ്രിൽ 24 ഹരിജനിൽ ഗാന്ധിജി എഴുതിയ വാചകങ്ങൾ രാമജന്മഭൂമി തർക്കത്തിൽ അവസാന തീരുമാനമെടുക്കുന്നവർ വായിച്ചിരുന്നെങ്കിലെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോകാറുള്ളതാണ്. അതിതാണ്: എൻ്റെ രാമൻ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകളിലെ രാമൻ, ഒരു ചരിത്ര പുരുഷനല്ല. അയോധ്യയിലെ രാജാവായിരുന്ന ദശരഥൻ്റെ മകനായ രാമൻ അല്ല അത്. എൻ്റെ രാമൻ അത്യന്തഹീനനാണ്.
ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്തയാളാണ് എൻ്റെ രാമൻ. സമയത്തിൻ്റെ പരിധിക്ക്, കാലത്തിൻ്റെ പരിധിക്ക് വഴങ്ങാത്ത ഒരാളാണ് എൻ്റെ രാമൻ. ഇതാണ് ഗാന്ധിജി എഴുതിയ വാചകങ്ങൾ. എത്ര തന്നെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഗാന്ധിജി പറയുന്നത്. ഒരു യുക്തിവാദിയെപ്പോലെ ചരിത്രത്തിൻ്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് രാമൻ ജീവിച്ചിരുന്നില്ല, അതിനാൽ മരിക്കുന്നില്ല എന്നല്ല മഹാത്മജി 1946 പറഞ്ഞത്. തൻ്റെ രാമൻ ആധ്യാത്മികമായ ഒരു സത്യമാണ് എന്നും അതും അയോധ്യയിലെ രാജപുത്രനും തമ്മിൽ ബന്ധമില്ല എന്നുമാണ് ഗാന്ധിജി പറഞ്ഞത്. ഇതിനെക്കുറിച്ചാണ് ഞാൻ ഗാന്ധിജിയിൽ പരിണമിച്ചുകൊണ്ടിരുന്ന രാമൻ എന്ന് പറയുന്ന ആശയം പറയുന്നത്. ഈ ആശയത്തിൻ്റെ വ്യാപ്തിയിലാണ് ഒരു രാത്രിയിൽ, ഒരു കപ്പൽ യാത്രയിൽ ലോകത്തിലെ നിരീശ്വരവാദികളെ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഗാന്ധിജി ഒരു വാചകം കോർത്തെടുത്തത്. അതിതാണ്: സത്യമെന്ന സങ്കല്പത്തെക്കുറിച്ച് നിരീശ്വരവാദികൾക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയില്ലല്ലോ. സത്യത്തിൻ്റെ ആവശ്യത്തെക്കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയില്ലല്ലോ. യഥാർത്ഥ സത്യാന്വേഷികൾ എന്ന നിലയിലാണ് ഈ നിരീശ്വരർ ഈശ്വരൻ്റെ നിലനിൽപ്പിനെ തന്നെ തള്ളിപ്പറയുന്നത്. അവർ ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു കാര്യമാണത്. ഈ ഒരൊറ്റ കാരണത്താലാണ് ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുന്നത് ദൈവം സത്യമാണ് എന്നല്ല പറയേണ്ടത്, സത്യമാണ് ദൈവം എന്നാണ്. വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഗാന്ധിജി വരുത്തിയത്. ദൈവം സത്യമാണ് എന്നുള്ളത് സത്യമാണ് ദൈവം എന്ന് തലതിരിച്ച് ഇടുന്നത്. ഇനി ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് 1946 ജൂൺ മാസത്തിൽ ഗാന്ധിജി പറഞ്ഞ ഒരു വാചകത്തിലേക്കാണ്. അതിതാണ്: രാമനാമം ജപിക്കുന്നതിൽ എന്താണ് കാര്യം? നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതാണ് പ്രധാനം. 1946 ഗാന്ധിജി പറയുന്നു. 1946 ഗാന്ധിജിയെ ചരിത്രപരമായി നാം നോക്കിക്കാണേണ്ടതുണ്ട്. കുരിശിലേക്ക് നടന്നു നീങ്ങിയ ക്രിസ്തുവിനെ പോലെ, അല്ലെങ്കിൽ വിഷപാത്രവുമെടുത്ത് മരിക്കുന്നതിന് മുൻപേ ശിഷ്യനോട് സംസാരിക്കുന്ന സോക്രട്ടീസിനെ പോലെയായിരുന്നു 1946 ആകുമ്പോഴേക്കും ഗാന്ധിജി സംസാരിച്ചു കൊണ്ടിരുന്നത്. 1946 ജൂൺ മാസം 23 ഗാന്ധിജി ഹരിജനിൽ എഴുതിയ ഒരു വാചകമുണ്ട്. അതാണ് ഞാൻ ഇനി വായിക്കുവാൻ പോകുന്നത്. അതിതാണ്: നിരന്തരം രാമനാമം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും യഥാർത്ഥ പ്രവൃത്തികളിൽ രാവണൻ്റെ വഴികൾ പിന്തുടരുകയും ചെയ്താൽ എന്തർത്ഥശൂന്യമാണത്. അത് കാപട്യത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. ഒരാൾക്ക് ആത്മവഞ്ചന ചെയ്യാം, ലോകത്തെ ചതിക്കാം, പക്ഷേ ദൈവത്തെ ചതിക്കാനാവില്ല. ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കലുഷിതമായ കാലത്ത് ഗാന്ധിജി എഴുതിയ വാചകമാണിത്. ഗാന്ധിജി ഹിന്ദുത്വയുടെയും തീവ്രമതവാദത്തിൻ്റെയും എല്ലാം പ്രവണതകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജി പറഞ്ഞൊരു വാചകമാണ്. ആ വാചകം ഞാൻ ഒരിക്കൽ കൂടി വായിക്കുകയാണ്. അതിതാണ്: നിരന്തരം രാമനാമം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും യഥാർത്ഥ പ്രവൃത്തികളിൽ രാവണൻ്റെ വഴികൾ പിന്തുടരുകയും ചെയ്താൽ എന്തർത്ഥശൂന്യമാണത്. അത് കാപട്യത്തിൽ കുറഞ്ഞ ഒന്നുമല്ല. ഒരാൾക്ക് ആത്മവഞ്ചന ചെയ്യാം, ലോകത്തെ ചതിക്കാം, പക്ഷേ ദൈവത്തെ ചതിക്കാനാവില്ല. ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു നേതി എന്ന സങ്കല്പത്തെക്കുറിച്ച്. അതുമല്ല ഇതുമല്ല എന്ന രീതിയിൽ നമ്മിൽ ഭ്രമമുണ്ടാക്കുന്ന ബ്രഹ്മസങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജി ഉപയോഗിച്ച വേദദർശനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം. പരിണമിച്ചുകൊണ്ടിരുന്ന ഗാന്ധിജിയുടെ പ്രത്യേകത അതുമല്ല ഇതുമല്ല എന്നതിനു പകരം അതുമാണ് എന്നാൽ ഇതുമാണ് എന്ന രീതിയിലേക്ക് ഗാന്ധിജി വഴിമാറി എന്നതാണ്. അതുകൊണ്ടാണ് ഇന്ത്യാ വിഭജന ശേഷം മതത്തിൻ്റെ പേരിൽ ആളുകൾ പരസ്പരം കൊന്നുകൊണ്ടിരുന്ന കിഴക്കേ ഇന്ത്യയിൽ ചെന്നിട്ട് ഗാന്ധിജി പറഞ്ഞ 2 വാചകങ്ങൾ. ഒന്നാമത്തെ വാചകം നവഖലിയിലായിരുന്നു. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൊല്ലുന്നിടത്ത് നഗ്നപാതനായി ചെന്നിട്ട് അക്രമാസക്തരായി നിൽക്കുന്ന മുസ്ലിങ്ങളോടായി ഗാന്ധിജി പറഞ്ഞു: ഇതാ ഞാനൊരു ഹിന്ദുവാണ്, ഒരു ഹിന്ദുവിനെ കൊല്ലണമെങ്കിൽ ആദ്യം നിങ്ങൾ എന്നെ കൊല്ലൂ എന്ന്. ആരും ഗാന്ധിജിയെ കൊന്നില്ല. അവിടെയാണ് ഞാൻ ഈ കുരിശിലേക്ക് നടക്കുന്ന ക്രിസ്തു, വിഷപാത്രം കയ്യിലേന്തി ശിഷ്യരോട് സംസാരിക്കുന്ന സോക്രട്ടീസ്, അതുപോലെയായിരുന്നു ഗാന്ധിജി അവസാന കാലങ്ങളിൽ എന്ന് പറഞ്ഞത്. ഗാന്ധിജി ഒരു വിഷപാത്രവും കയ്യിലെടുത്ത് അത് മോന്തിക്കൊണ്ട് ശിഷ്യരോട് പറയുകയായിരുന്നു: ഇതാ ഞാനാണ് ഹിന്ദു, എന്നെ കൊല്ലൂ എന്ന്. ആർക്കും കൊല്ലാൻ കഴിഞ്ഞില്ല. അവിടെ നിന്നും ഗാന്ധിജി തിരിച്ചു പോയത് കിഴക്കേ ഇന്ത്യയിൽ തന്നെ, ബീഹാറിലാണ്. അവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു.
ബേല എന്ന ഗ്രാമത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അക്രമാസക്തരായി നിൽക്കുന്ന ഹിന്ദുക്കളുടെ മുന്നിൽ പോയിട്ട് ഗാന്ധിജി പറഞ്ഞു, ഞാനൊരു ഇസ്ലാമാണ്, ആദ്യം എന്നെ കൊല്ലൂ എന്ന്. 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് ആരാണ് ഗാന്ധിജിയെ വധിച്ചത്? ആ ചോദ്യം ഞാനിവിടെ ചോദിക്കുന്നില്ല, അതിന് ഉത്തരവും ഞാൻ പറയുന്നില്ല. ഗാന്ധിജി ജീവിതത്തിൽ അവസാനമായി സന്ദർശിച്ച ഒരു ആരാധനാലയം ഡൽഹിയിലെ മെഹ്റോലിയിലെ ഒരു മുസ്ലിം ദേവാലയമായിരുന്നു എന്നുള്ളത് മാത്രം ഞാനിവിടെ പറയുകയാണ്. എന്നാൽ കൊല്ലപ്പെട്ടപ്പോൾ ഗാന്ധിജി പറഞ്ഞ വാക്ക് ഹേ റാം എന്നായിരുന്നു എന്ന് പറയുന്നു. ആർക്കറിയാം ഗാന്ധിജി അങ്ങനെ പറഞ്ഞിരുന്നു ഇല്ലയോ എന്നത്? തർക്കിക്കാൻ ഞാനില്ല, ഗാന്ധിജിയും തർക്കിക്കാൻ നിന്നില്ലല്ലോ. 1928 യങ് ഇന്ത്യയിൽ ഗാന്ധിജി എഴുതിയ ഒരു വാചകം പറഞ്ഞ് ഈ ലക്കം ദില്ലി ദാലി ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതിതാണ്, ഞാൻ ഏറ്റുപറയുന്നു. ഗാന്ധിജിയുടെ വാക്കുകളാണ് ഞാൻ പറയുന്നത്, എൻ്റെ വാക്കുകളല്ല. അതിതാണ്, ഞാൻ ഏറ്റുപറയുന്നു. ആളുകളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുവാനുള്ള വാദങ്ങൾ എൻ്റെ പക്കലില്ല. തർക്കിക്കുവാൻ ഞാൻ ആളല്ല. യുക്തിപൂർവം പറഞ്ഞ് തെളിയിക്കുവാൻ ഞാനില്ല. എൻ്റെ വിശ്വാസം യുക്തിയെയും മറികടന്നു പോകുന്ന ഒന്നാണ്. ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ: അസാധ്യമായ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ ഇറങ്ങി പുറപ്പെടരുത്. ഗാന്ധിജിയുടെ പ്രാണപ്രതിഷ്ഠയിലെ രാമൻ. ദില്ലി ദാലിയുടെ ഈ ലക്കം ഇവിടെ അവസാനിക്കുകയാണ്. ദില്ലി ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ എളിയ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പോഡ്കാസ്റ്റ് കേട്ട എല്ലാ സുമനസ്സുകൾക്കും നന്ദി. സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭകരമായ മനസമാധാനം നിറഞ്ഞ ഒരു പുതിയ ആണ്ട് ആശംസിക്കുന്നു. നമസ്കാരം.